ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മലേഷ്യൻ ട്രാവൽ വ്ളോഗിൻ്റെ അടുത്ത ഭാഗമായിട്ടാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാഷണൽ മോണമെൻറ്റ്സ് കാണാനാണ്. ഫുൾ സൈറ്റ് സീയിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക, അതുപോലെ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പല സ്ഥലങ്ങളിൽ ഇന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നാഷണൽ മോണമെൻറ്റ്സ് കാണാനായിട്ട് വന്നിരിക്കുന്നത്. മോണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സ്മാരകം, യുദ്ധസ്മാരകമാണ്. മലേഷ്യയും സിംഗപ്പൂരായിട്ടുള്ള യുദ്ധം ഉണ്ടായപ്പോൾ കുറച്ചധികം പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ സ്മാരകമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ നാഷണൽ മോണമെൻറ്റ്സ്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും മഴയായിരുന്നു. പിന്നെ ചെറിയ മഴയിൽ നമ്മൾ ഇതൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല. പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. മോണമെൻറ്റ്സ് കാണാനായിട്ട് അധികം കാശൊന്നും കൊടുക്കണ്ട. മിക്ക ടൂർ പാക്കേജിലും ഈ പറഞ്ഞ മോണമെൻറ്റ്സ് ഒക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മോണമെൻറ്റ്സ് ഒക്കെ ഒന്ന് ചുറ്റിക്കാണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷനായ ഈ പട്ടാളക്കാരുടെ ഫൗണ്ടൈൻ്റെ അവിടെ എത്തി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്ത് ഇതാണ് കൊക്കോ ചോക്ലേറ്റ് ഫാക്ടറിയുടെ വിസിറ്റാണ്. ജസ്റ്റ് ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയാനായിട്ടൊന്നുമില്ല. ഇത് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ജസ്റ്റ് സാമ്പിളൊക്കെ അത് കാണിച്ചു വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഒരു ഷോപ്പ് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇവിടെ പല മോഡലിലും പല ഫ്ലേവറുള്ള ചോക്ലേറ്റുകൾ അവൈലബിൾ ആണ്. പല സൈസുകളിൽ നമുക്ക് കിട്ടും. ശരിക്കും ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറയാൻ പറ്റില്ല, ഷോപ്പായിട്ടാണ് ഈ ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി അടുത്തത് നമ്മൾ ട്വിൻ ടവറിൽ രാവിലെയുള്ള കാഴ്ച എടുക്കാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രാത്രി പോയതുകൊണ്ട് നൈറ്റ് വ്യൂസാണ് കിട്ടിയത്. ഇപ്പോൾ വ്യൂസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ട്വിൻ ടവറിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് നമ്മുടെ ട്വിൻ ടവർ രാവിലെയുള്ള കാഴ്ച. ഇത് തൊട്ടടുത്തുള്ള ട്വിൻ ടവർ അല്ല, കുറച്ച് ദൂരെ നിന്ന് ഫുൾ ലെങ്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുവിധ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്. കാരണം തൊട്ട് ഫ്രണ്ടിൽ നിന്ന് ഇത്രയും ഹൈറ്റിൽ നമുക്ക് കിട്ടാത്തതുകൊണ്ട്
പിന്നെ അങ്ങനെ എടുക്കുന്നവരുണ്ട് കേട്ടോ, 1-2 മറ്റേ ലെൻസ് വെച്ചിട്ട് അങ്ങനെ എടുത്ത് തരുന്ന ആൾക്കാരൊക്കെ അവിടെ കണ്ടായിരുന്നു. ഇത് നമുക്ക് കുറച്ച് ദൂരം നമുക്ക് ഇവിടെ അറ്റത്തുനിന്ന് ഫുൾ ഇമേജ് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ഇത് കിട്ടും. ഇതിവിടെ ഒരു പാർക്ക് സെറ്റപ്പാണ്. ഇവിടെ അത്യാവശ്യം നടക്കാനും ഇതൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ആംഗിൾ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അടുത്തത് നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ്. ഇത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലെ ഫോട്ടോസാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ഫോട്ടോ കാണിച്ചിട്ട് ഞാൻ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ഫുള്ള് കാണിച്ചു തരാം. ഈ വണ്ടിയുടെ ഫോട്ടോ കാണിച്ചത്, ഈ വണ്ടിയാണ് ഇവിടുത്തെ മെയിൻ 2 വീലർ കേട്ടോ. ഫ്രണ്ടിൽ ലഗേജൊക്കെ ആക്കുമ്പോൾ 2 വീലർ. അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലെത്തി. ഇതൊരു ക്രിക്കറ്റ് ക്ലബ്ബ് സെറ്റപ്പാണ് ഇവിടെയൊക്കെ. ഇത് ഇവിടുത്തെ ഒരു ആർക്കിടെക്ചറും സ്ട്രക്ചറൊക്കെ ഒരു വേറെ രീതിയിലാണ്. ഈ സ്ക്വയറിൻ്റെ അല്ല, അപ്പുറത്തെ സൈഡിൽ അത് വേറെ ഫ്രഞ്ച് കോളനി പോലെ സെറ്റപ്പൊക്കെയാണ് ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കേട്ടോ. ഇത് ഇവിടെ നിന്നൊരു ഗ്രൗണ്ടാണ്. വേറെ അണ്ടർഗ്രൗണ്ട് സെറ്റപ്പൊക്കെയാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഉപകാരമായിരിക്കും. അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയർ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ഈ സ്ക്വയറിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് കോളനി ആണ്. ഇവിടെ അത്യാവശ്യം സിറ്റി ടൂറിലെ ആൾക്കാരൊക്കെയും മറ്റേ ബസ്സിലുള്ള സിറ്റി ടൂറിലെ ആൾക്കാരൊക്കെയും വരാറുണ്ട്. ഒരു കോമൺ സ്പോട്ടാണിത്. സോറി, ക്ഷമിക്കുക, ഫ്രഞ്ച് അല്ല കേട്ടോ, ബ്രിട്ടീഷ് കോളനിയുടെ ഒരു അതിപ്രസരമുള്ള ഒരു ഏരിയയാണ്. ഈ സൈഡ് കണ്ട ഫുള്ള് ബ്രിട്ടീഷ് ബിൽഡിങ്ങിൻ്റെ സെറ്റപ്പാണ് ആ കാണുന്നതൊക്കെ കേട്ടോ. അതായത് ഡ്രൈവർ അങ്കിൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇത് പണ്ട് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്ത് ഇവിടെയായിരുന്നു ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു ഇംഗ്ലീഷ് ചർച്ച് കണ്ടു. സെൻറ്റ് മേരീസ് കത്തീഡ്രലിന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിലൊക്കെ കയറി ജസ്റ്റ് ഒന്ന് നോക്കി. അവിടെ റെനോവേഷൻ വർക്ക് നടക്കണമായിരുന്നു പള്ളിയുടെ. അങ്ങനെ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ നിന്നൊക്കെ പോന്നു. എന്നിട്ട് വീണ്ടും ട്വിൻ ടവറിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് നേരത്തെ നമ്മളെ പാർക്കിൻ്റെ സൈഡിൽ കൂടി പോയിട്ട് ദൂരെ നിന്നുള്ള വ്യൂസാണ്. ദൂരെന്ന് വെച്ചാൽ ട്വിൻ ടവറിൻ്റെ ഫോട്ടോസാണ് നമ്മൾ എടുത്തുകൊണ്ടത്. അടുത്ത് വന്നിട്ട് ഒന്നും കൂടി കാണാമെന്ന് വിചാരിച്ചു. കാരണം സിറ്റി ടൂറിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മളിതൊക്കെ കൂടി ഒന്നും കൂടി 1-2 പ്രാവശ്യമൊക്കെ കാട്ടിക്കാട്ടൊക്കെ വന്ന് കാണുന്നുള്ളൂ. കാരണം ഇത് ഇവിടെ മലേഷ്യ വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നൊരു സ്ഥലവും ഒരു ഹൈലൈറ്റും ആയതുകൊണ്ട് ഇതിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ 2-3 പ്രാവശ്യമായിട്ടൊക്കെ പല സമയത്തൊക്കെ ആയിട്ട് വന്ന് കാണുന്നു മാത്രം. ഈ വീഡിയോ അത്രേ ഉള്ളൂ. ഈ വീഡിയോയെ പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. ആദ്യമായിട്ട് കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.